ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CSEB തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയിലെ ഒരു ക്വസ്റ്റൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ കോഡ് 17/25 ചോദിച്ചിരിക്കുന്ന കോസ്റ്റിംഗുമായി റിലേറ്റഡ് പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ കോസ്റ്റിന് ഒരുപാട് ക്വസ്റ്റൻ നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ ക്വസ്റ്റനും വർക്കൗട്ട് ചെയ്ത് തന്നെ പോകാം. അപ്പം ആദ്യം ഈ നമുക്കൊരു ക്വസ്റ്റൻ എടുക്കാം. വെൻ സെയിൽ ഈസ് 1 lakh, ഫിക്സഡ് കോസ്റ്റ് ഈസ് 20,000, PV ratio ഈസ് 40%, ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വിൽ ബി. ഇതായിരുന്നു ക്വസ്റ്റൻ. അതായത് നമുക്ക് സെയിൽസ് 1,00,000 രൂപ തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് 20,000, PV ratio 40% തരികയാണെങ്കിൽ പ്രോഫിറ്റ് എന്തായിരിക്കും? അതാണ് ക്വസ്റ്റൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി കോസ്റ്റിംഗിനകത്ത് കുറേ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചാൽ മാത്രമേ നമുക്ക് കോസ്റ്റിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റൂ. അത് നമ്മൾ അങ്ങനെ ഇപ്പം ഇക്വേഷൻ കാണാൻ പഠിച്ചാൽ കിട്ടത്തുമില്ല. അത് എവിടെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റൂ. നമുക്കത് വേറൊരു ക്ലാസ്സായിട്ട് നിങ്ങൾക്ക് തരാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞത് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കാണുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് ഓരോ ഇക്വേഷൻ നമ്മൾ രൂപപ്പെടുത്തിയിടേണ്ടത്. അതിനെല്ലാം നമുക്ക് ആദ്യം ഈ ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇവിടെ തന്നിരിക്കുന്ന ഫാക്ട്സ് വെച്ച് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ കഴിയുന്നത് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, സെയിൽസും ഉണ്ട്, കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഇക്വേഷൻ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഫാക്ട്സ് വെച്ച് സെയിൽസും ഉണ്ട്, PV ratio ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി കോൺട്രിബ്യൂഷൻ ഇക്വേഷൻ അറിയാം. സെയിൽസിൻ്റെ കൂടെ PV ratio അത് കണക്കാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പം സെയിൽസ് ഇൻറ്റു PV ratio എന്ന് പറയുമ്പോൾ 1,00,000 ഇൻറ്റു 40% നമുക്ക് എത്ര കിട്ടും? 40,000 എന്ന കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, അതായത് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റിലെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? സെയിൽസിൻ്റെ PV ratio എടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? കോൺട്രിബ്യൂഷൻ കിട്ടിയത്. അപ്പോൾ നമുക്ക് 40,000 കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതാ ഫിക്സ്ഡ് കോസ്റ്റ് ഓൾറെഡി ക്വസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എത്രയാണ്? 20,000 രൂപയാണ്. അപ്പോൾ കോൺട്രിബ്യൂഷനിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? പ്രോഫിറ്റ് കിട്ടും. കോൺട്രിബ്യൂഷൻ എത്രയാണ്? 40,000. 40,000 മൈനസ് 20,000 ആണ് എന്തെന്ന് പറയുന്നത്? ആൻസർ 20,000. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ തന്നെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പഠിക്കുക. എങ്കിൽ മാത്രമേ കോസ്റ്റിംഗ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റൂ. എന്താണ് ക്വസ്റ്റിൽ ഫാക്ട്സ് വരുന്നത്, ആ ഫാക്ട്സ് റിലേറ്റഡ് ഇക്വേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ നമുക്കത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാം. താങ്ക് യു. അപ്പോൾ നമുക്ക് കോസ്റ്റിങ്ങിൽ ഇതുപോലുള്ള ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇടുന്നതായിരിക്കും. കോസ്റ്റിംഗ് മാത്രമല്ല, അതിൽ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ കോസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ നമ്മുടെ EOQ കണ്ടുപിടിക്കുന്ന കണക്കുകളുണ്ട്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് ഒന്നെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.